ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മനുഷ്യൻ്റെ സകല ശക്തിയും കർമ്മവീര്യവും ഇല്ലാതാക്കാൻ അവൻ്റെ പാപബോധം മതിയാകും. ആത്മാഭിമാനത്തെ പാപബോധം തകർക്കും. പറഞ്ഞ തെറ്റായ വാക്കുകളും ചെയ്ത നീതിയില്ലാത്ത പ്രവൃത്തികളും മനസ്സിനെ എപ്പോഴും വേദനിപ്പിക്കും. പാപബോധത്തിൻ്റെ രൂക്ഷത മറ്റെന്തിനേക്കാളും മൂർച്ചയേറിയതാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കുന്നത് സൗഭാഗ്യമാണ്. പാപഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. പാപബോധത്തോടെ ജീവിക്കുന്നത് മരണത്തേക്കാൾ ഭയങ്കരമാണെന്ന് അവർക്ക് തോന്നിയിരിക്കാം. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പാപഭാരം വഹിക്കാൻ വയ്യാതായപ്പോൾ ആത്മഹത്യ ചെയ്തു. പാപമോചനം ലഭിച്ചു എന്ന ബോധ്യം ലഭിക്കുന്നത് ഏറ്റവും പ്രയാസകരമാണ്. പക്ഷവാത രോഗിക്ക് തൻ്റെ പാപം ക്ഷമിച്ചു എന്ന ബോധ്യം ലഭിക്കുന്നത് രോഗസൗഖ്യം പ്രാപിക്കുന്നതിനേക്കാൾ പ്രയാസമാണെന്ന് യേശു പറഞ്ഞു. ആദ്യം പാപക്ഷമ ബോധ്യം ലഭിച്ചാൽ പിന്നെ രോഗസൗഖ്യം സാധ്യമാണെന്ന് യേശു മനസ്സിലാക്കി. രോഗം മാറുവാൻ പാപബോധം ഇല്ലാതാകണം. അവസരം കിട്ടിയാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കുവാൻ സൂക്ഷിക്കുന്ന തെറ്റായ ആഗ്രഹങ്ങളാണ് പാപബോധത്തെ നമ്മിൽ തറപ്പിച്ചു നിർത്തുന്നത്. മനസ്സിൽ നിന്ന് തെറ്റായ ആഗ്രഹങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ പാപഭാരം ഇല്ലാതാകും. മനസ്സിന് അന്തരമുണ്ടാകും. യോഹന്നാൻ സ്നാപകൻ പാപമോചനത്തിനായി ചൂണ്ടിക്കാണിച്ച മാർഗം മാനസാന്തരമാണ്. ചെയ്ത തെറ്റുകൾ ആത്മാർത്ഥമായി ഏറ്റുപറയുകയും പഴയ മാർഗങ്ങളിൽ ചരിക്കയില്ലെന്ന് നിശ്ചയിക്കുകയും അവയെ ചിന്തയിൽ നിന്ന് ഉപേക്ഷിക്കുകയും ചെയ്താൽ പാപഭാരം ഇല്ലാതാകും. സമ്പൂർണ്ണ സമർപ്പണം പാപഭാരത്തെ ഇല്ലാതെയാക്കും. റോമർ 4:7. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.